ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ലൈവ് കോച്ചിങ് സെഷനാണ്. ഏകദേശം 500ഓളം കാണികൾ ലൈവായിട്ട് ഇരിക്കുമ്പം അതിൽ നിന്ന് ആരോ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ഒരു കീനോട്ട് സ്പീച്ച് അല്ല, ഒരു പ്രസൻറ്റേഷൻ അല്ല, ഒരു ട്രെയിനിങ് അല്ല. അപ്പോൾ ഇതിനൊരു കോച്ചിങ് എന്ന നിലയിലാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇയാളുടെ പ്രസൻറ്റേഷൻ നല്ലത്. ഐ എം നോട്ട് എ പ്രസൻറ്റർ റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഞാനൊരു പ്രസൻറ്റർ അല്ല, ഒരു ട്രെയിനർ അല്ല, ഒരു ഫെസിലിറ്റേറ്റർ അല്ല. ഞാൻ വെറും ഒരു കോച്ചാണ്. ഞാൻ ആരെയും തന്നെ ഫോക്കസ് ചെയ്യണില്ല. ആ ചോദ്യം ചോദിച്ച ഇൻഡിവിജ്വലിനെ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഇൻഡിവിജ്വൽ ആരാന്ന് പോലും എനിക്കറിയില്ല, എവിടെ നിന്നാണെന്ന് അറിയില്ല, ഐഡൻറ്റിറ്റി ഒന്നും ഞങ്ങൾ റിവീൽ ചെയ്യാറില്ല, ചോദിക്കാറില്ല. ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ചിലർ ചോദിക്കാറുണ്ട് നിങ്ങളെന്താ മലയാളം ഇങ്ങനെ സംസാരിക്കുന്നത്. മലയാളം എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജും അല്ല, സെക്കൻഡ് ലാംഗ്വേജും അല്ല, തേർഡ് ലാംഗ്വേജാണ്. ആ ഒരു മലയാളം കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും വെച്ചിട്ടാണ് ഞാനിത് മാക്സിമം ഞാൻ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിനുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. ഐ സീ യു ഇൻ ദ വാട്സപ്പ് ഗ്രൂപ്പ്. ഹായ്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് 2-3 കാര്യം പറയാനുള്ളത്. നമ്പർ 1, ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. വിരോധമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, നിങ്ങളുടെ വോയിസ് കുറച്ചും കൂടെ ക്ലിയർ ആക്കണം കേട്ടോ. നമ്പർ 2, ഞാനൊരു മതപണ്ഡിതനൊന്നുമല്ല. ചിലർ അങ്ങനെയൊക്കെ യൂട്യൂബിൽ എവിടെ ഇതിനെ കണ്ടു മതപണ്ഡിതനാണെന്നൊക്കെ വെച്ച്. ഞാൻ ഒരു മതപണ്ഡിതനോ ഒരു ആളും അല്ല. എൻ്റെ അടുത്ത് ഒരു അഡ്വൈസും കിട്ടാൻ പോകുന്നില്ല. ഞാൻ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെ പൊട്ടൻഷ്യലിനെ പുറത്തെടുക്കുക ചെയ്യാം. അതിന് ഓക്കെ ആണോ? എൻ്റെ അടുത്ത് ഒരു സഹായം പ്രതീക്ഷിക്കണ്ട. ഇസ് ദാറ്റ് ഓക്കെ? ഓക്കെയാണ്. ഓക്കെ, ഗ്രേറ്റ്. പറഞ്ഞോളൂ. ഈ ഒരു 15 മിനിറ്റ്, ഏകദേശം 15 മിനിറ്റ് അല്ല, അതിന് കുറച്ചും കൂടെ കൂടുതൽ എടുക്കും. ഈ ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്താണ് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത്? എന്താണ്? എനിക്ക് ലൈഫിൽ ഒരു വിഷൻ, അതുപോലെ തന്നെ ഒരു ഗോൾ, അത് എങ്ങനെ സെറ്റ് ചെയ്യാൻ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻസ്. അതായത് എന്റെ പാസ്റ്റില് ഞാൻ ഒന്ന് പറഞ്ഞു നിങ്ങൾക്ക് ലൈഫിൽ ഒരു വിഷൻ അല്ലെങ്കിൽ ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യാൻ, അതല്ലേ ക്വസ്റ്റ്യൻ? അതല്ലേ അച്ചീവ് ചെയ്യേണ്ടത്? അതെ. നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്കൊരു വിഷൻ സെറ്റ് ചെയ്യേണ്ടത്, എന്തിനാണ് നിങ്ങൾക്കൊരു ഗോൾ സെറ്റ് ചെയ്യേണ്ടത് ആദ്യം ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അല്ല, നമ്മളിവിടെ ഈ ഭൂമിയിൽ ജനിച്ചിട്ട് നമുക്കൊരു എന്താണ് പറയാ, ഇവിടുന്ന് പോകുമ്പോ ഒരു അഡ്രസ് ഉണ്ടാക്കിയിട്ട് പോണല്ലോ. അപ്പൊ അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള, അതായത് നമുക്കിപ്പോ നിലവില് ഒരു മുന്നിലൊന്നും കാണുന്നില്ല. ഓക്കെ, ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു ഗോൾ ഒന്നും കാണുന്നില്ല. പക്ഷെ അത് എങ്ങനെയാണ്? എത്ര വയസ്സായിപ്പോ? 43. ഇതുവരെ കണ്ടിട്ടില്ല? ഇതുവരെയുള്ള ലൈഫിൽ ഓരോ സമയത്ത്, അതായത് ഒരു ലോങ് ടൈമിലേക്കല്ല, ഓരോ അതായത് സമയത്തുള്ള ചാലഞ്ചസ് ഉണ്ടായിരുന്നല്ലോ. ആ ചാലഞ്ചസിനെ മറികടക്കുക എന്നുള്ളതായിരുന്നു അതുവരെയുള്ള ഇത്. അപ്പൊ ഇപ്പോ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്ന പോലെയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മുറിച്ച് ഇനി എന്ത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വന്ന് നിൽക്കണം. ഏറ്റവും ലോങ് ടേം ഗോൾ എന്തായിരുന്നു നിങ്ങളുടെ? ലോങ് ടേം ഗോൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി ഭയങ്കര പ്രയാസത്തിലായിരുന്നു സ്റ്റാർട്ടിങ് മുതലേ, എന്റെ ഓർമ്മ വെച്ച മുതലേ ഉണ്ടായിരുന്നത്. അപ്പോ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ ടേമിലും മീൻസ് വീട്ടിലെ പ്രശ്നങ്ങള്, ജോലി, വിവാഹം, അങ്ങനെ കുറെ വിഷയങ്ങൾ, അങ്ങനെ ഓരോ സംഗതികൾ ഓരോ സമയത്തായിട്ടുള്ള വിഷയങ്ങളും അത് ക്ലിയർ ചെയ്ത് ഇപ്പൊ ഒരു കുഴപ്പമില്ലാത്ത ഒരു ബിസിനസ് ഉണ്ട്, എനിക്ക് ആവശ്യമുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻകം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ലൈഫ് കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കണം, കുറെ കാലമായിട്ട് ഇങ്ങനെ പോകുന്നു, നമ്മൾ ബിസിനസ് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. അതിനപ്പുറം ഇപ്പൊ ഒരു മുമ്പ് എങ്ങനെ പാസ്റ്റിൽ എങ്ങനെയായിരുന്നു പറഞ്ഞാൽ ഒരു ഇഷ്യൂ ഉണ്ടാവും. അപ്പൊ ആ ഇഷ്യൂ മറികടക്കുക എന്നുള്ളതാണ് ആ ഒരു ചാലഞ്ചാണ് നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു ലോങ് ടൈമിലേക്ക് നമുക്ക് അങ്ങനെ ഒരു ഇത് വരുന്നില്ല. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വിശ്വാസം നിങ്ങൾക്ക്? എനിക്ക്
അങ്ങനെയല്ല. ഇപ്പോ എന്റെ മനസ്സിൽ ഒന്നുമില്ല, ഫുള്ളി ബ്ലാങ്ക് ആണ്. ഇല്ല ഇല്ല ഞാൻ എന്നായിട്ടുള്ള സംസാരത്തിൽ ഞാൻ ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. എന്നായിട്ടുള്ള ഓക്കെ. സംസാരത്തിൽ ഒരു 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഇത്രയും കാലം ഉണ്ടാക്കാത്ത സംഭവം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ഒരു വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്, തീർച്ചയായിട്ടും വിശ്വാസമുണ്ട്. എന്തെങ്കിലും ഒരു മാറ്റം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യാൻ പോണു. ഓക്കെ. നമ്മളെല്ലാവർക്കും മരിക്കാനുള്ളതല്ലേ? നിങ്ങളും പറഞ്ഞു അതെ. ജീവിതത്തിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞു. ഓക്കെ, ഓക്കെ. എനിക്ക് തോന്നുന്നു ടോൾസ്റ്റോയ് ഒന്ന് പറഞ്ഞത് ദർ ആർ 2 ഇമ്പോർട്ടൻറ്റ് ഡേ ഇൻ അവർ ലൈഫ്. 2 ദിവസമുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ദിവസം. ഒന്ന് നമ്മൾ ജനിച്ച ദിവസം, രണ്ടാമത്തെ നമ്മൾ ജനിച്ചത് ജീവിക്കണം എന്തിനാന്നുള്ള അറിഞ്ഞ ദിവസം. ജീവിതം എന്നുള്ള അറിഞ്ഞ ദിവസം, ഈ 2 ദിവസമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ദിവസം എന്ന് പറഞ്ഞത്. അപ്പം അതിലൊരു ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് അല്ലേ? അപ്പോൾ നമ്മൾ ഒരു സെനാറിയോ എടുക്കാം. നമ്മളെല്ലാവരും ഒരുപാട് മരണങ്ങൾ കാണുന്ന ആൾക്കാരാണ്, ശരിയല്ലേ? എത്രയോ മരണങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് ജനങ്ങൾ നിങ്ങളെ ഓർക്കേണ്ടത്? 3 കാര്യം പറയാം. എങ്ങനെയാണ് നാളെ നിങ്ങളെ ജനങ്ങൾ കൂടുതലൊന്നും ഓർക്കാൻ പോകുന്നില്ല, അത് എന്ത് തന്നെ ചെയ്താലും ഓർക്കാൻ പോണില്ല. എന്നിരുന്നാലും നമ്മൾ എന്തെങ്കിലും ചെയ്തു വെക്കണ്ടേ, അല്ലേ? അതിൽ ഒന്നാമത്തത്, ആളുകൾ ഒരിക്കലും ഒരു മോശപ്പെട്ട അവസ്ഥയിലായിരിക്കരുത് നമ്മളെ കുറിച്ച് ആലോചിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ മോശം എന്നുള്ളത് നെഗറ്റീവ് വേർഡാണ്, അത് നമുക്ക് മാറ്റി വെച്ച് നല്ലത് പറയാം. 3 കാര്യം. 3 അത് മോശപ്പെട്ടെന്ന് പറയുമ്പോൾ നമുക്കത് വേണ്ട. എന്തും നല്ല കാര്യങ്ങളാണ് ആൾക്കാർ ഓർക്കേണ്ടത്. പറയാം 3 കാര്യങ്ങൾ ശരിക്കും ആലോചിച്ചിട്ട് പറയാം. ഒന്ന്, ആളുകൾക്ക് കൂടുതൽ നന്മകൾ ചെയ്തിട്ട് ആ നന്മകൾ ആളുകൾ ചെയ്തിരുന്ന ഒരാളാണ് എന്ന്. രണ്ടാമത്തെ നന്മ. ഓക്കെ, നന്മ വെച്ചാൽ ഗുഡ് ഡീഡ്സ് എന്നാണ് തോന്നുന്നത്, അത് ഇംഗ്ലീഷിൽ പറയാം അല്ലേ? ഗുഡ് ഡീഡ്സ് അല്ലേ? ഓക്കെ, ഗുഡ് ഡീഡ്സ്. രണ്ടാമത്തത് പേഴ്സണലി നമ്മൾ ഒരു നല്ല വ്യക്തിത്വം ആയിരുന്നു എന്നുള്ള ഒരു റോൾ മോഡൽ അല്ലേ? റോൾ മോഡൽ. അതെ. ഓക്കെ. നമ്പർ 3, മൂന്നാമത്തെ. നമ്പർ 3, നമ്മള് എന്തെങ്കിലും നന്മ ചെയ്തു പോയതുപോലല്ല, പക്ഷെ ആ നന്മകൾ നിലനിന്ന് പോകുന്ന എന്തെങ്കിലും ഒരു നന്മ എന്ന അർത്ഥത്തിൽ. ഓക്കെ, കൺസിസ്റ്റൻസി ഇൻ ദ നന്മ അല്ലേ? ഗുഡ് ഡീഡ്സില്ല നല്ല നന്മ. അതായത് നമ്മൾ മരിച്ചു പോയാലും ആ നന്മ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം എന്നുള്ളത്. നടന്നുകൊണ്ടിരിക്കണം. ആളുകള് ഇപ്പൊ നമ്മൾ അത് ചിലപ്പോ ഒരു കിണർ കുഴിച്ചു കൊടുക്കലായിരിക്കാം, അല്ലെ വെള്ളമായിരിക്കാം, അല്ലേ? അല്ലെങ്കിൽ ഒരു സ്കൂളായിരിക്കാം, അതല്ലേ? അല്ല, ഞാനിപ്പോ ഒരു വ്യക്തിക്ക് ഒരു നന്മ ചെയ്തു, ആ വ്യക്തി മരണപ്പെടുന്നതോട് ചിലപ്പോ അത് കഴിഞ്ഞു, കഴിഞ്ഞു. പക്ഷെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് അത് അറിയില്ല ചിലപ്പോ. എക്സാക്ട്ലി. അപ്പോൾ കൺസിസ്റ്റൻസി ഓഫ് ഗുഡ് ഡീഡ്സ് അല്ലേ? ഓക്കെ, നമ്മളുണ്ടാവില്ല, പക്ഷെ നമ്മൾ ഡീഡ് അപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണ്ടാവും അല്ലേ? ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ 3 സംഭവം നമ്മൾ ക്ലിയർ ആക്കി കിട്ടിക്കണം. ഓക്കെ, നിങ്ങളെ പർപ്പസ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. നിങ്ങളെ സെറ്റ് ചെയ്യാൻ പോകണം, ഒന്നും ചെയ്യണില്ല, നിങ്ങൾ ചാലഞ്ച് ചെയ്യാൻ പോകണുള്ളൂ. അപ്പോൾ 1 നിങ്ങൾ പറഞ്ഞ നന്മ അല്ലെങ്കിൽ ഗുഡ് ഡീഡ്സ്. നമ്പർ 2 നിങ്ങൾ പറഞ്ഞ നല്ലൊരു റോൾ മോഡൽ ആവുക. നമ്പർ 3 കൺസിസ്റ്റന്റ് ആ ഗുഡ് ഡീഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫസ്റ്റ് വൺ, ഗുഡ് ഡീഡ്സ്. എന്തൊക്കെയാണ് നിങ്ങൾ തോന്നുന്നത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? കാരണം ഗുഡ് ഡീഡ്സ് ഒരുപാട് ഗുഡ് ഡീഡ്സ് ഉണ്ട്. എനിക്ക് അറിയുന്ന ഗുഡ് ഡീഡ്സ്, എനിക്ക് ഫിസിക്കലായിട്ട് ആരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഗുഡ് ഡീഡ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ ജനങ്ങളോട് ഇങ്ങനെ ഇപ്പം നിങ്ങൾ ഞാൻ ചെയ്യുന്നത് പോലെ കോച്ച് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് ട്രെയിൻ ചെയ്തിട്ട്, അതാണ് അതിലേറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് ഞാൻ. അതാണ് എൻ്റെ ഡീഡ്. അപ്പം നിങ്ങളുടെ ഗുഡ് ഡീഡ് എന്താണ്? ഞാന് സാധാരണ ഒരാൾക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ അയാളുടെ എന്താണോ ആ പ്രയാസം മാറ്റാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട്. അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. മീൻസ് ചിലപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞ ചിലപ്പോ സംഗതി ആയിരിക്കില്ല, പക്ഷെ വേറൊരാളെ കൊണ്ട് അത് ചെയ്യാൻ കഴിയും. പക്ഷെ ഈ വ്യക്തി പ്രയാസപ്പെടുന്ന വ്യക്തിക്ക് ആ വേറൊരു വ്യക്തിയിലേക്ക് എത്താൻ കഴിയില്ല. പക്ഷെ എനിക്കത് ഇന്ന ആളെ കൊണ്ട് ഇയാളെ സഹായിക്കാൻ പറ്റും എന്ന് അറിയുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അങ്ങനെയുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ആളുകളെ സഹായിക്കാറുണ്ട്. ഇപ്പൊ നിലവിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. നിങ്ങൾ മാസം ഇപ്പോൾ എവിടെയാണ്? ഇന്ത്യയിലാണോ പുറത്താണോ? ഇന്ത്യയിലാണുള്ളത്. ഇന്ത്യയിലാണ്. നിങ്ങൾ മാസം വീട്ടിലേക്ക് ചെലവിനൊക്കെ നിങ്ങൾ കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു മാസത്തിൽ നിങ്ങൾക്കറിയാം ഇത്ര പൈസ കൊടുക്കേണ്ടത്, ചിലപ്പോൾ 25,000 രൂപ 50, അവിടെ പോയിട്ട് നിങ്ങളിങ്ങനെ കൊടുക്കുന്നുണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ കറക്റ്റായിട്ട് മാസത്തിൽ കൃത്യമായിട്ട് ഒരു ഡീഡ്, ഞാൻ ഇന്നൊരു സാധനം ചെയ്യുന്നുള്ള എന്തെങ്കിലും ഉണ്ടോ? ഈ ഒരു ഡീഡ്
എല്ലാ മാസം ഞാൻ ചെയ്യും. അങ്ങനെ പ്രത്യേകിച്ച് ഇതുവരെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ഒന്ന് അങ്ങനെ എല്ലാ മാസം ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യാം, ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യാം. അത് നിങ്ങൾ പറഞ്ഞ ഒക്കേഷനല്ലേ ആണ്, അത് വ്യത്യാസമുണ്ട്. അതെ ഇത് വന്നാൽ അതെ അതെ വന്നാൽ ചെയ്യാമെന്നല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കൺസിസ്റ്റന്റ്, നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ പോയിന്റ് അത് കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിനോട് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നത്, മാസത്തിൽ നിങ്ങൾക്ക് എന്താണ് ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റുക ഇന്ന് മുതൽ? നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള എനിക്കറിയാം, അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള അറിയാം, ആരാ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഹെൽപ്പ് ചെയ്യുന്ന ആളെ കൊണ്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം. ഒരു മാസത്തിൽ കൃത്യമായിട്ട് ഒരു ഡീൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇൻഷാ അല്ലാ ചെയ്യാൻ പറ്റും. പരിശ്രമിക്കാം. അല്ല, പരിശ്രമിക്കുക എന്നുള്ള വാക്കുണ്ടല്ലോ, അത് ശ്രമിക്കുക എന്നുള്ള, ട്രൈ എന്നുള്ള വാക്കാണ്. അത് പോസിറ്റീവ് വേർഡ് അല്ല. ഞാൻ ചെയ്യുന്നു പറഞ്ഞത് ഞാൻ ശ്രമിക്കുന്നു പറഞ്ഞ വ്യത്യാസമുണ്ട് അല്ലേ? ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞത്, ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു ഒരു സാധനം, ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞത് ഞാൻ ശ്രമിക്കുന്നു പറഞ്ഞ വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ ചോദിക്കണത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്. എന്താന്ന് പറയണ്ട, അത് കോൺഫിഡൻഷ്യലാണ്, ഉറപ്പല്ലേ? അത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും, അത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. ഉദ്ദേശിച്ച കാര്യം എന്നെ കൊണ്ട് കഴിയുന്ന കാലം വരെ ചെയ്യാൻ പറ്റും. അതെ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് വെച്ചിട്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഞാൻ അങ്ങനെ യൂസ് ചെയ്യട്ടെ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ആരോഗ്യ നിലയിൽ, നിങ്ങളുടെ സാമ്പത്തിക നിലയിൽ, നിങ്ങളുടെ ഫാമിലി സിറ്റുവേഷൻ എല്ലാം നിലയിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. വെരി ഗുഡ്. അതിൽ ഹാപ്പിയാണോ നിങ്ങൾ? ആ ഒരു ക്ലാരിറ്റി കിട്ടിയ ഹാപ്പിയാണോ? ഓക്കെ. കല്യാണം കഴിച്ച വ്യക്തിയാണോ? കല്യാണം കഴിച്ച ആളാണോ? കല്യാണം കഴിച്ച ആളാണ്. മക്കളുണ്ടോ? മക്കളുണ്ട്. എത്ര വയസ്സുണ്ട് മൂത്ത ആൾക്ക്? സ്ഥലം എന്ന് പറയണ്ട. 16-ാമത്തെ വയസ്സിലേക്ക് പോകും. 16-ാമത്തെ വയസ്സിൽ. ആൺകുട്ടിയോ പെൺകുട്ടിയോ? ആൺകുട്ടിയാണ്. ആൺകുട്ടിയാ. നിങ്ങളെ പോലെ തന്നെയാണോ? മീൻസ് നിങ്ങളുടെ സ്വഭാവം ഞാൻ ചോദിക്കണം. അങ്ങനെ 100% അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ 16 വയസ്സ്, മറ്റു കുട്ടികൾ വേറെ കുട്ടികളുണ്ടോ? ഉണ്ട്, 2 പേരുണ്ട്. എത്ര വയസ്സ്? 3 പേരാണ്. താഴെ 2 പേരും കൂടി ഉണ്ട്. രണ്ടാമത്തെ ആള് എത്ര വയസ്സുണ്ട്? രണ്ടാമത്തെ ആള് 14 വയസ്സ്. 14. ആ കുട്ടി ആൺകുട്ടിയാ പെൺകുട്ടിയാ? പെൺകുട്ടിയാണ്. പെൺകുട്ടി. ഓക്കെ. അപ്പൊ എന്റെ ചോദ്യം, ഈ 16 വയസ്സുള്ള ആൺകുട്ടിയും 14 വയസ്സുള്ള മോളെയും നിങ്ങൾ എങ്ങനെയാണ് ഒരു റോൾ മോഡലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള 3 കാര്യം പറയാം. ഒന്ന്, നമ്മളെ മാതാപിതാക്കളോടുള്ള നമ്മളെ ഇടപെടല്. 2, സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തില്. 3, ആരാധന കാര്യങ്ങളില്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ നല്ലൊരു റോൾ മോഡലാണെന്ന് തോന്നുന്നുണ്ടോ? 100% ആണെന്ന് തോന്നിയിട്ടില്ല. 0 to 10 എത്ര കൊടുക്കും നിങ്ങൾ? 7. നിങ്ങളെ മക്കളെ ഞാൻ ഒറ്റക്ക് വിളിച്ചിട്ട് ഇത് ചോദിക്കുകയാണ്, നിങ്ങളെ ഫാദറിന് എത്ര കൊടുക്കുമെന്ന് ചോദിച്ചാൽ മകൾ എത്ര പറയും? 8. ഓക്കെ. മകന് 8. ഹാപ്പിയാണോ അതിൽ? ഹാപ്പിയാണ്. അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? മറ്റേ മക്കൾക്കൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? മറ്റു മക്കൾ നിങ്ങളെ ഐ മീൻ നിങ്ങളെ കുട്ടികൾക്കും ആ കുട്ടികളുടെ ഫ്രണ്ട്സും ഒക്കെ വരുന്നുണ്ടല്ലോ, അവർക്കൊക്കെ നിങ്ങളെ ഈ റോൾ മോഡൽ കാണുന്നുണ്ടോ അവർ? അതാണ് ചോദിച്ചത്. മേ ബി അവർ കാണുന്നുണ്ടാവും, കുട്ടികളായിട്ടുള്ള സമ്പർക്കത്തിൽ മനസ്സിലാക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. എക്സാക്ട്ലി കറക്റ്റ്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി 0 to 10 ഇദ്ദേഹത്തിന്റെ ഒരു റോൾ മോഡൽ എന്ന നിലയിൽ, നിങ്ങളെ ഫ്രണ്ട്സ് എന്ന നിലയിൽ അവരെത്ര നമ്പർ തരും? ഞാൻ വിചാരിക്കുന്ന ഒരു 9 തരുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ നല്ല സ്ട്രോങ് ആണ് അല്ലേ? അങ്ങനെ അല്ലേ, പക്ഷെ എന്റെ ഒരു വിശ്വാസമാണ് അത്. ഞാൻ അങ്ങനെ ആരോടും ഇതുവരെ, എല്ലാവരും നല്ല രൂപത്തിലാണ് എന്നോട് കാണാറില്ല. ആ അർത്ഥത്തിൽ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു 9 ആയിരിക്കും. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ നിങ്ങൾ ആ ഫസ്റ്റിലെ സംഭവം, അതായത് നന്മ എന്ന് പറയുന്ന സംഭവം നമ്മളിപ്പോൾ ക്ലിയർ കിട്ടി. ഈ റോൾ മോഡൽ എന്ന് വെച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ക്ലിയർ ആണെന്ന് നിങ്ങൾ പറഞ്ഞു ചെയ്തത്. ആം ഐ റൈറ്റ്? ഓക്കെ. ഇനി മൂന്നാമത്തേലേക്ക്,
നമ്മൾ ആദ്യത്തെ പറഞ്ഞ നന്മ ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന നന്മ കുറേ കാലം ഈടുക്കുന്ന നന്മകളാണോ നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞത്? കുറെ കാലം നേടിക്കണം. ഇപ്പൊ ഇനി ഞാൻ പ്ലാൻ ചെയ്ത കാര്യമാണ് പറയുന്നത്. ചെയ്യണം എന്ന് പറഞ്ഞ ചെയ്യണം കാര്യമാണ്. എന്നുള്ള കാര്യം ഇപ്പം നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് ഓക്കെ. അത് നിങ്ങൾ ഡിസൈഡ് ചെയ്തു, ഞാൻ എല്ലാ മാസം ഓക്കെ ഇന്നത് ചെയ്യും എന്നുള്ള. അത് എന്ത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. എന്താന്ന് ചെറുതായിരിക്കാം, വളരെ ചെറുതായിരിക്കാം, വലുതായിരിക്കാം, ദാറ്റ് അപ് ടു യു. അതിലൊന്നും ഞാൻ ഇടപെടില്ല. ഓക്കെ. അത് ചെയ്യുന്നത് കുറെ കാലം അതിന്റെ ഗുണം കിട്ടുന്ന കാര്യമാണ് നിങ്ങളെ മനസ്സിൽ വന്നത്? അല്ല, ഞാൻ വിചാരിച്ച കാര്യം ഞാൻ ജീവിക്കുന്നത് വരെ നിലനിൽക്കുന്ന കാര്യമാണ് ഇപ്പൊ പ്ലാൻ ചെയ്തത്. ഓക്കെ. അതായത് ഇനി ആലോചിക്കണ്ട് ജീവിച്ചു കഴിഞ്ഞാലും മരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഗുണമുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. ഞാൻ വെറുതെ ഞങ്ങൾ ചാലഞ്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ. ചാലഞ്ച് ചെയ്യാൻ എനിക്ക് സീറോ അറിയാം. ഓക്കെ. ഞാൻ ഒരു ഇത് പണ്ഡിതനൊന്നുമല്ല. ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യുന്നത്. അങ്ങനത്തെ വല്ലതും മനസ്സിൽ വരുന്നുണ്ടോ? പറയണ്ട മനസ്സിൽ വരുന്നുണ്ടോ? വരുന്നുണ്ട്. അത് ഒരു കൃത്യമായി ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? നിലവിലെ അവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ആണോ? അല്ലയോ? അല്ല. അത് എന്തെങ്കിലും തുടങ്ങാൻ പറ്റുമോ? എന്നെ പരിശ്രമിച്ചാൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വെരി ഗുഡ്. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിലേക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മാസത്തിൽ എത്ര മണിക്കൂർ അല്ലെങ്കിൽ ദിവസം അതിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും? ഒരു മാസം നിങ്ങൾ ബിസിനസ് മാൻ ആണെന്ന് പറഞ്ഞു. ഒരു മാസം ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്തായാലും ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ലക്ഷ്യം ആ വ്യക്തിക്ക് ഉണ്ടാവില്ലേ? അതേപോലെ തന്നെ ഈ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് നല്ലതല്ലേ? ഇത് മറ്റൊരു ലക്ഷ്യമല്ല, ജീവിതത്തിൽ ഒരു ലക്ഷ്യമാണുള്ളത്. ഈ ലക്ഷ്യത്തിന് വേണ്ടി എത്ര സമയം നിങ്ങൾക്ക് ചെലവാക്കാൻ പറ്റും? ഇത് എന്തായാലും വേണ്ട, ഇത് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലൊക്കെ ഇത് വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ടീം ഓഫ് പീപ്പിൾ വേണ്ടി വരും അതിന്. അതെ. അങ്ങനെ അതാണ് എന്റെ മനസ്സിൽ വന്നത്. അതെ. അങ്ങനെ ചെയ്യാം. ചിലത് നമുക്ക് ഒറ്റ ചെയ്യാൻ പറ്റില്ല. അത് എനിക്ക് തോന്നുന്നത് വീക്കിലി വൺസ് കുറച്ച് സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ഇനി ചെയ്യാൻ പറ്റുമോ തുടർച്ചയായിട്ട്? ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ തിരിഞ്ഞു വരുന്നില്ല, ചിലപ്പോൾ ടൈം എടുക്കും. പക്ഷെ അതിന് വേണ്ടിയുള്ള പണി എടുക്കാൻ പറ്റും. അതെ, എക്സാക്ട്ലി. അതിനുള്ള സ്റ്റെപ്സ് എടുക്കാൻ പറ്റും. എടുക്കാൻ പറ്റും. അത് ഇപ്പം ഈ ഒരു സംസാരത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അത് ചെറുതായിട്ട് ഒരു ഇത് കിട്ടിയോ? ഒരു ക്ലാരിറ്റി കിട്ടിയോ? ആ ഭാഗത്തിന് എനിക്ക് ഇതിനു വേണ്ടി അധ്വാനിക്കാം എന്നുള്ള അത് കിട്ടിയോ നിങ്ങൾക്ക്? അതിനുവേണ്ടി അതെ, കുറച്ച് സമയം അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. അതെ, തോന്നൽ വരുന്നുണ്ട്. ഉറപ്പല്ലേ? അതെ. എന്ന് മുതൽ അത് സ്റ്റാർട്ട് ചെയ്യാം? ഈ ആഴ്ച മുതൽ തന്നെ തുടങ്ങും. ബ്യൂട്ടിഫുൾ. അത് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുമെന്ന് വിചാരിച്ചോളൂ. ഓക്കെ. നിങ്ങളെ നന്മ എന്ന് പറഞ്ഞാൽ അതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു റോൾ മോഡലും ആണ്. അത് കൂടാതെ മൂന്നാമത്തെ നിങ്ങൾ പറഞ്ഞ കൺസിസ്റ്റൻസി ആൻഡ് കണ്ടിന്യൂറ്റി എന്നുള്ള കാര്യം പറഞ്ഞത്, ഇത് മൂന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലതും സംഭവിച്ചാൽ നിങ്ങൾ സന്തോഷം ഉണ്ടാവും? അവിടെ സന്തോഷം ഉണ്ടാവും. അതല്ലേ ജീവിതത്തിൽ ഏറ്റവും വലുത്. കുറെ പൈസ ഉണ്ടാക്കി, പൈസ വേണം കേട്ടോ, പൈസ ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഓക്കെ. എല്ലാവരും എന്നെ വന്ന് എതിർക്കും. പൈസ ഉണ്ടായി മതിയാവും. ഓക്കെ. പൈസ ഉണ്ടായി. പക്ഷേ പൈസ കൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് എന്താണ് അതുകൊണ്ട് വേറെ ഗുണങ്ങൾ ചെയ്യാൻ പറ്റുക. ടൈം വേണം. ആ ടൈം കൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഞാൻ ശരിക്കും ഇപ്പോൾ ഈ നേരം ശരിക്കും കിടന്ന് ഉറങ്ങേണ്ട സമയമാണ്. അപ്പം ഞാൻ ആ വാക്ക് കൊടുത്തിരുന്നു, ഞാൻ കോച്ച് ചെയ്യാം, ഫ്രീ ആയിട്ട് ഞാൻ കോച്ച് ചെയ്യാം. ഞാനപ്പോൾ എണ്ണീറ്റ് പോകുന്നു ഇങ്ങോട്ട്. കാരണം എനിക്ക് തോന്നിയത് ഉറക്കത്തിനേക്കാളും വലുതാണ് എനിക്കൊരു നിങ്ങളായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അതിലൊരു ചേഞ്ച് വരുത്തിക്കാൻ പറ്റുന്നുള്ളത്. അതിൻ്റെ തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അപ്പം നമുക്ക് ഒന്ന് കൊടുക്കാൻ പറ്റും, നമ്മൾ അധ്വാനം നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്പർ 2 നമ്മളെ സമയം കൊടുക്കാൻ പറ്റും. നമ്പർ 3 നമ്മളെ പണം എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. നല്ല രീതിയിൽ കേട്ടോ കൊടുക്കാൻ പറ്റും. അപ്പം എല്ലാം വേണം. സമയം നമുക്ക് ഉണ്ടാവണം, ആരോഗ്യം ഉണ്ടാവണം, നമുക്ക് പണം ഉണ്ടാവണം. ഈ 3 ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആരോഗ്യം ആദ്യം വേണം. ഓക്കെ. അപ്പം ഈ ഒരു സംസാരത്തിൽ നിങ്ങൾ കുറച്ച് ക്ലാരിറ്റി കിട്ടിയോ? നിങ്ങളെ പർപ്പസ് നിങ്ങൾ ചോദിച്ച 2 കാര്യം ചോദിച്ചത്, ഗോളും വിഷനുമാണ്. ഗോളും വിഷൻ സെറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്, ഗോൾ സെറ്റ് ചെയ്യാനുള്ള ഒരു അതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ട്. അതൊന്നുമല്ല നമ്മൾ എടുത്തത്, നമ്മൾ പ്രാക്ടിക്കലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയോ അതിൽ? പർപ്പസ് കണക്ട് ചെയ്തിട്ട് കിട്ടിയോ? എന്ത് ചെയ്യണം മനസ്സിലായി? എന്ത് ചെയ്യണം? നിങ്ങളൊരു ചെറിയ ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഹാപ്പിയാണോ? 0 to 10 ഇനി പിന്നിലേക്ക് പോരുത് കേട്ടോ. ഇനി പിന്നോട്ട് പോകാൻ പാടില്ല. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതുമേ തന്നെ പിടിച്ചു നിൽക്കണം.
ഓക്കെ. 0 to 10 ഇപ്പൊ എത്ര, എവിടെ നിങ്ങൾ ഒരു ക്ലാരിറ്റിന്റെ കാര്യത്തിൽ? ഫ്ലാറ്റിന്റെ കാര്യത്തില് ഞാൻ 9 ആണ്. ഓക്കെ. വരുമ്പോൾ എന്തായിരുന്നു? വരുമ്പോ 0 ആയിരുന്നു. അപ്പൊ ഹാപ്പിയാണ്. അതെ, 0 ആയിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സംഗതിയൊക്കെ എന്റെ മൈൻഡിലുള്ളതാണെങ്കിൽ പോലും എനിക്ക് അതൊന്നും മുന്നിലുണ്ടായിരുന്നില്ല. എന്ത് ഞാനത് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞ ഓർമ്മ, നിങ്ങൾ എവിടെയും പേരൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞ ഓർമ്മ, എനിക്ക് ഉത്തരങ്ങളില്ല, ഉത്തരങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞേ. Yes, yes. ഉത്തരങ്ങൾ ഞാൻ ഒരു ഉദാഹരണം എടുക്കാം. ഒരു റോൾസ് റോയ്സ് കാർ ഉണ്ടെന്ന് വിചാരിക്കുക, വളരെ എക്സ്പെൻസീവ് ആയ റോൾസ് റോയ്സ് കാർ നമ്മൾ പുറത്ത് മുറ്റത്ത് നിർത്തിയെന്ന് വിചാരിക്കുക. ഒരു 6 മാസം മുറ്റത്ത് നിർത്തി കഴിഞ്ഞാൽ എന്താ പൊടിയാവില്ല? അതല്ലേ പൊടിയാവൂലേ? പൊടിയാവും. എത്ര കോടികൾ വില പിടിച്ച കാറാണ്, അതിന് മേലെ പൊടി ആവാതിരിക്കില്ല. എൻ്റെ ജോലി ഇന്ന് എന്താന്ന് വെച്ചാൽ ആ പൊടീനെ മാറ്റാന്നുള്ള ആ റോൾസ് റോയ്സ് കാറാണ് നിങ്ങൾ. ആ തിളക്കം നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് തിരിച്ചു കൊണ്ടുവരാനുള്ള, ആ പൊടി മാറ്റാനുള്ള ഒരു തൂപ്പുകാരൻ മാത്രമേ ഞാൻ. ഓക്കെ. ഹാപ്പി? ഹാപ്പി. താങ്ക് യു വെരി മച്ച്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് കോളർ പ്ലീസ്.